അവനെങ്ങനെയുണ്ട്? എടാ അവനിപ്പോ കുഴപ്പമില്ലടാ. പിന്നെ ഇത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നില്ലേ, അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. ചെല്ലട്ടെ, വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. ഓക്കേട്ടാ, കണ്ടാ മതിയായിരുന്നു. പ്രേമം എന്നൊക്കെ പറഞ്ഞ അവൻ്റെ എടാ പ്രേമം. ஆரியன், எதுக்கு நீ இப்படியெல்லாம் பண்ற? எதுக்கு என் மேல இப்படி பைத்தியமா இருக்க? அந்த சிச்சுவேஷன் எப்படி ஹேண்டில் பண்றதுன்னு தெரியாதனால தான் நான் பாய்சன் குடிச்சேன். ஆனா எனக்காக நீ எதுக்கு சாகணும்? പക്ഷെ എനിക്കിപ്പോ അവനോട് റെസ്പെക്ട് ഒന്നുണ്ടാ. എന്തിനു വിഷം അടിച്ചാനാ? இனிமே இந்த மாதிரி முட்டாள்தனமெல்லாம் நடந்துக்காத. நான் முன்னாடியே உன்கிட்ட சொல்லியிருக்கேன், என் சாய்ஸா இருந்தாலும் டெசிஷனா இருந்தாலும் எதுக்குமே வேல்யூவே இல்லை. എനിക്കും ഉണ്ടായിരുന്നു ഒരുത്തി. എൻ്റെ അടുത്ത് നോക്കിയത് വാട്സപ്പിലെ DP മാറ്റി. அப்போ வேண்டது வச்சேன் அவளை. இப்படி சீரியஸ்னஸே இல்லாம இருக்காது. உன் லைஃப் எப்படி நீ வேஸ்ட் பண்ணாத. അവൻ്റെയൊക്കെയാടാ ശരിക്കുള്ള പ്രണയം. ഇപ്പൊ നിക്സൺ ചേട്ടന്റെ കാര്യം തന്നെയോ? കോടിയുള്ള സ്വത്തല്ലേ ഒരു പെണ്ണിനടി വലിച്ചെറിഞ്ഞിട്ട് അയാൾ പോയത്. സുഹാന ഇന്നലെ മുതൽ അവളെ കുറിച്ച് യാതൊരു വിവരമില്ല മോനെ. ഇന്ന് രാവിലെ 8:30 മണിയായപ്പോൾ ഒരു ഫോൺ കാൾ വന്നു. അവളൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിഞ്ഞെന്നൊക്കെ അറിഞ്ഞത്. ഞങ്ങളെ നിന്നെ എല്ലാം പറ്റിച്ച് അവള് പോയി മോനെ. നിശ്ചയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അറിയാവുന്നതല്ലേ. അതുപോലെ തന്നെ വേറൊരാളുടെ പെണ്ണായിട്ട് ഈ ജന്മം എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിശ്ചയ വേറെ പെൺകുട്ടിയെ കണ്ടെത്തി സന്തോഷമായിട്ട് ജീവിച്ചോളൂ. ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പ്രേമെന്ന് പറഞ്ഞ എന്താ അല്ലേ? നീ ഒന്ന് അവനെ ശ്രദ്ധിച്ചേക്കണേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി അവനെ നോക്കുമ്പോഴേ അവനത് മോശം. എടാ മോനെ, നീ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. உன் கூட ஸ்பெண்ட் பண்ண கொஞ்ச நேரம் தான் என் லைஃப்லயே ஹாப்பியஸ்ட் மொமெண்ட்ஸ். ഡാ നീ ഓക്കെ അല്ലേ? ഇതെന്താണ് എല്ലാരും കൂടെ ഓക്കെയാണോ ചോദിക്കണം. ഞാൻ പിന്നെ ഓക്കെ അല്ലാതെ എവിടെ പോകാനാണ്? എടാ, ഏതെങ്കിലും പെണ്ണിന് വേണ്ടി നശിപ്പിക്കാനുള്ളതല്ല എൻ്റെ ജീവിതം. നീ ഗ്രൗണ്ടിൽ വാ, എല്ലാം സെറ്റാവും. എടാ സോറി അളിയ, സ്റ്റേഷനിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇടത്തോളന്ന് മനസ്സിലാവും. വിഷമിക്കണ്ടാ, ഞങ്ങളൊക്കെ അല്ലേ ഇതിൻ്റെ കൂടെ. ആ വെള്ളം കളയാടാ. വെള്ളത്തിലെന്തോ പൊടി പോലെ. ഹലോ, നീ എന്താളിയാ കോൾ എടുക്കാത്തെ? അളിയ ഉറങ്ങുമായിരുന്നു. വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. നിനക്ക് എന്താടാ വയ്യേ? എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അളിയ. കണ്ണടയ്ക്കുമ്പോൾ അവളെ മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. അവളുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല അളിയ. അതും കൂടാതെ ഇവിടുത്തെ ആൾക്കാർ മൊത്തം അളിയ ഭ്രാന്തെടുപ്പിക്കുവാടാ. സെൽഫ് കെയർ, കൗൺസിലിംഗ്, മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അളിയ, നിന്നെ ഉപദേശിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. നീ ആ നിക്സഞ്ചന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അയാളെ വീട്ടിൽ പോലും കയറ്റുന്നില്ല, പാവപ്പെട്ടവൻ. അതൊക്കെ വെച്ച് നോക്കുമ്പോ നീ ഭാഗ്യവാൻ. അങ്ങ് സൊമാലിയയില് എത്ര പട്ടിണി പാവങ്ങളാടാ ഓരോ ദിവസവും വെള്ളം പോലും കിട്ടാതെ ചത്തൊടുങ്ങുന്നത്. ഇതൊക്കെ ഞാൻ ആരോട് പറയാം? മദ്യപ്പുഴയല്ലേ ഇവിടെ ഒഴുകുന്നത്. നമ്മുടെ യൂത്ത് നശിച്ചുകൊണ്ടിരിക്കുക. ഫുട്ബോൾ ജേഴ്സിയൊക്കെ ഇട്ടാണല്ലോ ഇരിക്കുന്നത്. എന്ത് കാര്യം? നമ്മുടെ യൂത്വത്തിന് കളിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഗ്രൗണ്ട് ഇല്ല, നമ്മൾ പ്രതികരിക്കണം.
ആരൊക്കെയോ ഭരിക്കുന്നു. യുവത്വം ഭരിക്കട്ടെ. യുവത്വം ഭരിക്കുമ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങൾ ലോകത്ത് സംഭവിക്കുന്നത്, പുതിയ പുതിയ നേട്ടങ്ങൾ സംഭവിക്കുന്നത്. നേട്ടങ്ങൾ വേണ്ട നമുക്ക്. എടാ എങ്ങനെയെങ്കിലും ഒരു കുപ്പി ഒപ്പിച്ചാടാ, അങ്ങനെ ഒന്ന് കുടിപ്പിച്ച് ഉറക്കാനാ പ്ലീസ്. എടാ അവളിപ്പോൾ ക്ലാസ്സിൽ വരാറേ ഇല്ല. എനിക്ക് തോന്നുന്നു അവളെ തിരിച്ച് മധുരയ്ക്ക് കൊണ്ടുപോയെന്നാ. ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. എടാ മോനെ, ഭക്ഷണം കഴിച്ചായിരുന്നോ? കുഞ്ഞോനെ, ഫംഗ്ഷൻ ചെന്നപ്പോൾ എല്ലാവരും നമ്മളെ കളിയാക്കുന്നടാ. ഒളിച്ചോടിയതൊന്നും ഒരു പ്രശ്നമല്ലടാ. നീ അവളെ വിളിച്ചോണ്ട് ഇങ്ങ് വന്നാൽ മതിയായിരുന്നല്ലോ, എന്താ കുഴപ്പം? പക്ഷെ നീ വിഷം കഴിച്ചത് എനിക്ക് ക്ഷീണമായിപ്പോടാ. സാരമില്ല, ഇനി അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടോളിച്ച. താങ്ക് യു. പ്ലേ മ്യൂസിക്. ആര്യനെ വിളിച്ചില്ലേ? പോയി വിളിയടാ. വിളിച്ചിട്ട് വരാം. അടുത്തല്ലേ ഹലോ. എടാ എന്നിട്ടോടെ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് നീ വരുന്നല്ലേ പറഞ്ഞ? ഏയ് ഇല്ല, എന്ന് ഞാനില്ലടാ. കുറെ നാളായി കൂടിയിട്ട്, പെട്ടെന്ന് വാ. സൂപ്പർ. നമ്മുടെ ടീം ഇന്ന് മുതൽ ഉണ്ണിക്കുളമല്ല, ഫണ്ണിക്കുളം. അടിക്കട പറഞ്ഞു. ഓ വേണ്ട കേട്ടെ, ഒരു മൂടില്ല. നീ അടിച്ച വിഷത്തേക്കാ വലുതൊന്നും അല്ലടാ, അടി വരണം. മതിടാ. ടോണിച്ചേട്ടായി ഹാപ്പി ബർത്ത്ഡേ. പറയാൻ വിട്ടുപോയി. താങ്ക് യു മുത്തേ. മോനെ, നീ പ്രേമം പരിപാടിയൊക്കെ വിട്, എന്നിട്ട് പഴയ ആര്യനായിട്ട് തിരിച്ചു പോവാ. നമുക്ക് പെണ്ണൊക്കെ വേറെ വരും. നീ ഇതുകൊണ്ട് അവനെ നോക്കി, എന്ത് കൂളാ നോക്കി. കണ്ടോ, പാടുന്നു പാടുന്നു. സുനയും പോയി, സുഹാനയും പോയി, എന്നിട്ട് അവന്റെ ആഘോഷം കണ്ടില്ലേ? നല്ല നല്ല നാള് പിറന്നാള് ഒഴിച്ചു വെച്ചതാരാണോ? അടുത്ത തവണ തൊട്ട് ആദ്യം കേക്ക് മുറി, പിന്നെ ഉള്ളു കള്ള്. ഇതിപ്പോ എന്റെ കേക്ക് മുറിക്ക് ആരുമില്ല. ഈ എഴയുന്നവരെയാണല്ലോ ഞാൻ ഇത്ര പുകഴ്ത്തിയത്. മാസിനെടുത്ത് വെച്ചൊക്കെ മോന്തയും ചെയ്യും. നിനക്കറിയില്ലടാ. ഇല്ല, നിനക്കറിയില്ലടാ എന്റെ അപ്പൻ എന്നെ എങ്ങനെയാ നോക്കിയത്. എന്റെ മമ്മി പരിചയിച്ചിട്ട് അയാള് പൊന്നുപോലെയല്ലടാ ഞങ്ങളൊക്കെ നോക്കിയേ. വളർത്തു ദോഷം അയാളെയൊക്കെ വിട്ടെറിഞ്ഞിട്ട് ഞാനിണ്ടാവട്ടാ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവക്ക് വേണ്ടി, എനിക്കറിയാം, ആലോചിച്ച് നോക്കി, അവക്ക് വേണ്ടി എന്തുമാത്രം. പിറ്റേ ദിവസം അവരുടെ അടുത്ത് പോയി പറഞ്ഞായിരുന്നു, നിങ്ങള് കാറും വീടും സ്വത്തും എല്ലാം അവക്ക് വേണ്ടി കളഞ്ഞിട്ടാ പോയതെന്ന്. ഇനി എങ്ങാനും അവക്ക് തോന്നിക്കാണ്ട് നിങ്ങൾ എല്ലാം കളഞ്ഞ് പിച്ചക്കാരനായിട്ട് തിരിച്ചു വരാൻ പോകുന്നതെന്ന്. എണ്ണിക്ക്. മുത്തേ, ഞാൻ ഇപ്പോഴും നിന്നോട് പറയാ, പ്രേമം എന്ന് പറഞ്ഞ പൊളിറ്റിക്സ് ആടാ. അതില് ജാതി മതവും പണവും തേങ്ങാക്കോലൊക്കെ ഒരുപാടാ. ഒരുത്തി കൂടെ നിക്കില്ലടാ. നീ നോയിക്കോ. വീണ്ടും വിഷം കുടിക്കുന്ന നിനക്കെന്താ ഐസിയിലോട്ട് ഇനിയും കെട്ടിയെടുക്കണ? അണിയാ സാധനം അണിയാ. പോട്ടെ പോട്ടെ. ഇയാളെ ഇപ്പോഴളിയായി കാണുന്നേ. അളിയന്റെ അച്ഛൻ വരെ സെന്റി ആയിട്ട് എന്നെ നോക്കി കരഞ്ഞളിയാ. കാലം എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിട്ടേ ഞാൻ നിന്നെ പ്രേമിക്കും. എനിക്ക് അവളെ കാണണോളിയാ, എനിക്ക് അവളെ കണ്ടേ പറ്റൂ. എല്ലാം പോട്ടെ അളിയാ, എല്ലാം റെഡിയാ, ഒരു കുഴപ്പമില്ല. അയ്യാ
എന്തിനാണ് അത് മോങ്ങുന്നേ? എടാ ഇവിടെ പ്രേമിക്കുന്ന പെണ്ണായിട്ട് നാഗാലാൻഡ് ഒരാൾക്കാർ പോടാ. ആണോ? അറിയാവാ, രാവിലെ കോട്ടയത്ത് ബസ് കയറി കഴിഞ്ഞാ വൈകുന്നേരം മധുരത്തൂടാ. ഞാൻ നിന്നെ കൂടെ വരാം. സെബി, നീ ഒറ്റ ആവശ്യമില്ലാത്ത മോട്ടിവേഷൻ കൊടുത്ത് കുഴിയിലോട്ട് തള്ളിയിടുന്നത്. നീ പോടാ നാഗാലാൻഡിലോട്ട്. നീ എന്തിനാണ് ഇവനെ വിളിക്കുന്നത്? എന്റെ അമ്മമ്മയുടെ നാഗാലാൻഡ്. അളിയാ, നീ തന്ന മോട്ടിവേഷൻ എനിക്ക് പീക്കി കയറി നിൽക്കുകയാണ്. നീ ഉറങ്ങാൻ പറ്റിട്ടില്ല. അത് കഴിഞ്ഞിട്ട് മോട്ടിവേഷനാ? നീ പറഞ്ഞ സത്യം. എനിക്ക് മധുരയിൽ പോയി അവളൊന്ന് കാണണം അളിയാ. അളിയാ, ഞാനിത് കള്ളിന്റെ പുറത്ത് പറഞ്ഞതാടാ. നീ ഇതൊക്കെ ഇട്ട് എന്തിനാടാ ഇറങ്ങി തിരിച്ചത്? അവളെ നീ പോയി ബാഗ് പാക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം. ഞാൻ പാക്ക് ചെയ്യാം. നീ ഒരു പണി ഇപ്പൊ ഇവിടെ നിൽക്ക്. നീ പോയി രാവിലെ വാ. ഇപ്പൊ പോയി കിടന്നുറങ്ങിയിട്ട് യാതൊരു പ്രശ്നമുള്ള നിനക്ക്. സത്യമായിട്ടും നീയാണ് മോട്ടിവേഷൻ തന്നെ. നീ വരാന്ന് പറഞ്ഞില്ലേ? ഞാൻ ഉറങ്ങട്ടാ. സിബിയെ